guys, welcome back to my channel. Today I am going to show you guys my study materials for LDC 2024. LDCക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര മിനിമൽ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ LDC പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ PSC പഠിക്കണം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. സോ ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് SCRT നിന്നാണ്. ലക്ഷ്യയുടെ ക്ലാസ് റൂം സീരീസിലെ ഒരു 3 ബുക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. SCRT നമുക്ക് എങ്ങനെ വേണേലും പഠിക്കാം. ഇപ്പോൾ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ട്സ് എടുത്തിട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ മേടിച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ മേടിച്ചിട്ട് പഠിക്കാം. ഇതിപ്പോൾ എനിക്കൊരു സമ്മറൈസ്ഡ് വേർഷനാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ലക്ഷ്യയുടെ ഈ ക്ലാസ് റൂം സീരീസിലെ ബുക്സ് മേടിച്ചിട്ടുള്ളത്. ഇതിൽ ക്ലാസ് റൂം 1ഉം ക്ലാസ് റൂം 2ഉം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. ആൻഡ് ക്ലാസ് റൂം 3 എന്ന് പറയുന്നത് സയൻസും ആണ്. SCRT ഞാൻ പകുതിയോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ 3 ബുക്സിനും കൂടി റേറ്റ് വന്നിട്ട് 400 and something ആയിരുന്നു. ആൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ബുക്സ് മേടിച്ചിട്ടുള്ളത്. PSC പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരിട്ട് റാങ്ക് ഫയലിലോട്ട് പോവാതെ ഇതുപോലെ SCRT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റാങ്ക് ഫയൽ പഠിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടി കോൺസെപ്റ്റ് ക്ലിയർ ആവാനും അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ SCRT തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SCRT കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ബേസ്. SCRT എന്ന് പറയുന്നത് ബേസ് ആണ്. പക്ഷേ എല്ലാ പബ്ലിക്കേഷൻസും അവരുടെ റാങ്ക് ഫയൽ ഇറക്കുന്നത് തന്നെ SCRT NCERT ബേസ്ഡൊക്കെ ആയിരിക്കും. അതും കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും അവരുടെ റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ SCRT പഠിച്ചിട്ട് റാങ്ക് ഫയലിലോട്ട് വരുന്ന ടൈമിൽ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് റാങ്ക് ഫയലാണ്. കരിയർ ഗൈഡൻസിൻ്റെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് 2 വോളിയാണ് ഉള്ളത്. ആൻഡ് ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഫേമസ് ആയിട്ടുള്ള 2 റാങ്ക് ഫയൽസാണ് ലക്ഷ്യയുടെയും ടാലൻറ്റിൻ്റെയും. ഞാൻ PSC പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ PSC പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്ന ടൈമിൽ പോയി മേടിച്ച റാങ്ക് ഫയലായിരുന്നു ഇത്. ഞാൻ ഷോപ്പിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ബാക്കി എല്ലാ പബ്ലിക്കേഷൻ്റെയും 2ഉം 3ഉം 4ഉം വോളിയൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കരിയർ ഗൈഡൻസിൻ്റെ മാത്രം 2 വോളിയൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പബ്ലിക്കേഷനെ കുറിച്ചോ ലക്ഷ്യമാണ് ടാലൻ്റാണ് ഏറ്റവും നല്ല പബ്ലിക്കേഷൻ ഇങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യം. കാരണം PSC എന്നൊരു ഫീൽഡിലോട്ടേ ഞാൻ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് അത് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് റാങ്ക് ഫയൽ മേടിക്കാമെന്ന് തീരുമാനിച്ചത്. ഇതിന് മാത്രമായിരുന്നു 2 വോളിയൂമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും 4 വോളിയൂമൊക്കെ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു ഈ 4 വോളിയൂമൊന്നും ഞാൻ പഠിച്ച് തീരത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് 2 വോളിയൂമുള്ളൊരു ഈ പബ്ലിക്കേഷൻ്റെ പേര് പോലും ഞാൻ നോക്കിയിട്ടല്ല എടുത്തത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു റാങ്ക് ഫയലാണ്. ഈ ഒരു റാങ്ക് ഫയൽ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് LDCക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു റാങ്ക് ഫയൽ മേടിക്കാത്തത്. കാരണം ഇത് ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. അപ്പോൾ നമുക്കറിയാം LDC ആയാലും ഏത് എക്സാം ആയാലും കുറച്ച് ഇൻ ഡെപ്തിൽ പഠിക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ തന്നെ ഫോളോ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരേപോലെയൊക്കെ കണ്ടൻറ്റൊക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ഇനി അതിന് വേണ്ടിയിട്ട് LDCക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു റാങ്ക് ഫയൽ മേടിക്കണം എന്ന് തോന്നിയിട്ടില്ല. അതിലുള്ള സിലബസ് നോക്കിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് റാങ്ക് ഫയൽ ആയാലും നമുക്ക് വേണ്ട കോണ്ടൻറ്റ് മാത്രം പഠിക്കുക എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ 2 മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു 2 മെറ്റീരിയൽസാണ് ഞാൻ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ബുക്സ് മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു PDF തന്നത്. 2023ലെയും 2021 തൊട്ട് 2023 വരെയുള്ള ഫുള്ള് PDFും ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ആ ഒരു PDF എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് അതിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു PDF ആണ് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ബുക്സ് മേടിക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ബുക്സ് ആയിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെയും PDF ഉണ്ട്. അപ്പോൾ ഞാനത് ലാപ്പിലിട്ടിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് PYQ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സ്റ്റേഷനറീസ് ആണ്. ഇത് നോട്ടീസ് ബുക്കാണ്. ഞാൻ മെയിനായിട്ടും നോട്ട് ബുക്സൊക്കെ മേടിക്കുന്നതിന് പകരം ഇതേപോലുള്ള നോട്ടീസ് ബുക്സാണ് മേടിക്കുന്നത്. ഇതിൽ ഒരുപാട് പേജസ് അവൈലബിളും ആണ്. നമുക്ക് പൈസ കുറവിന് കിട്ടുകയും ചെയ്യും. നമുക്ക് മാത്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതേപോലുള്ള നോട്ടീസ് ബുക്സ് നമ്മൾ മേടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നോട്ട്സൊക്കെ ഇതിൽ തന്നെ എഴുതി വെക്കാവുന്നതാണ്. ചെറിയ നോട്ടീസ് ബുക്കിനാണെങ്കിൽ 15 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. കുറച്ചും കൂടി പേജസ് ഉള്ളതാണെങ്കിൽ 25 അല്ലെങ്കിൽ 40, 45 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് നോട്ടീസ് ബുക്കിൻ്റെ.
പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് OMRൻ്റെ ഒരു ബുക്ക്ലെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 70 റുപ്പീസ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ 100 ഷീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് കൂടുതൽ ആൾക്കാരും. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ളൊരു OMR ഷീറ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് വീട്ടിലിരുന്നതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് സ്റ്റിക്കി നോട്ട്സ്. ഇത് നമുക്ക് എന്തെങ്കിലും കോഡ്സ് അല്ലെങ്കിൽ നമുക്ക് മാത്സിലെ ആയാലും ഇക്വേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഇയേഴ്സ് ഇതൊക്കെ നമുക്ക് എഴുതിയിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ റൂമിൽ കയറുന്ന ടൈമിലായാലും നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മെമ്മറിയിൽ അത് നിൽക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി യൂസ്ഫുൾ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റേഴ്സ് ആണ്. ഹൈലൈറ്റേഴ്സ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇപ്പോൾ റിവിഷൻ ടൈമിലായാലും ആ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം മാത്രം നമുക്ക് മറിച്ച് പോകുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കും. സോ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ള സ്റ്റേഷനറീസ് എന്ന് പറയുന്നത്. സോ ഞാൻ ടോട്ടലായിട്ട് ആകെ 4 മെറ്റീരിയൽസ് മാത്രമേ LDCക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് റാങ്ക് ഫയല്, പിന്നെ SCRTക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് ബുക്ക്, പിന്നെ കറണ്ട് അഫെയർസ്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പൂളാണ്. പിന്നെ ആദ്യമൊക്കെ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് മെയിനായിട്ടും എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2023 വരെയുള്ള കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ ഈ വർഷത്തെ അതായത് 2024 കറണ്ട് അഫെയർസും കൂടി നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് റിട്ടേൺ നോട്ട്സ് ഉണ്ടാക്കാറുണ്ട്. യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് വീക്കിലിയാണ് ഞാൻ കറണ്ട് അഫെയർസ് നോക്കി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്, അതൊക്കെ ഇനി കവറപ്പ് ചെയ്ത് എടുക്കണം. സോ നമ്മൾ വെറുതെ വാരി വലിച്ച് ഓരോന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ശ്രീധരമേനോൻ്റെ ടെക്സ്റ്റൊക്കെ വാങ്ങി പഠിക്കുന്നത്. അതൊക്കെ നല്ലതാണ്, പഠിക്കാൻ നല്ലതാണ്. പക്ഷേ LDC പോലുള്ള ഒരു 10th ലെവൽ എക്സാമിന് അത്രയും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ബുക്സൊക്കെ വാങ്ങി പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും, റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുമായിരിക്കും. പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് വായിച്ച് റിവൈസ് ചെയ്ത് പക്ക ആക്കി വെക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ബുക്ക് ഇപ്പം പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിൻ്റെ ബുക്സൊക്കെ വായിക്കുന്നത് UPSC ലെവലിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംകാർ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ബെറ്ററാണ്. പക്ഷേ ഒരു 10th ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ അത്രയും ഇൻ ഡെപ്തിൽ പഠിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. സോ നമ്മളെ കയ്യിൽ എന്താണ് ഉള്ളത് അത് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബാക്കിയുള്ളവർ എന്തോ പഠിച്ചോട്ടെ, ചിലപ്പോൾ അവർ പല ടെക്സ്റ്റും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ബുക്സൊക്കെ വാങ്ങി പഠിക്കുന്നവരായിരിക്കും. നമ്മളത് കണ്ടിട്ട് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഡിമോട്ടിവേറ്റഡ് ആയിട്ടൊന്നും പോകണ്ട. നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളിൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ റാങ്ക് ഫയൽ ഉണ്ട്, ഇപ്പോൾ ഈ ഒരു 4 മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്യുന്ന അത് തന്നെ മതിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എത്രത്തോളം ഞാൻ പഠിക്കുന്നു അത്രത്തോളം എനിക്ക് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസും കൂടും, അല്ലെങ്കിൽ എൻ്റെ മാർക്സും കൂടും. അല്ലാതെ ഞാൻ വെറുതെ NCERT പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ശ്രീധരമേനോൻ്റെ അല്ലെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് പഠിച്ചതുകൊണ്ട് പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കയ്യിലുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആക്കി സിലബസൊക്കെ കംപ്ലീറ്റ് ആക്കി റിവിഷനും ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ NCERT പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. NCERT പഠിക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. So that's it for today. If you like this video, please like and subscribe my channel and see you guys in the next video. Bye bye.